വിചാരിച്ചു ഒരു ഓൾഡ് സെറ്റപ്പ് നമ്മൾ കണ്ടതായിരിക്കും. പക്ഷെ ഇപ്പോൾ അതും അവിടെ നിന്നില്ല. അപ്പോൾ നമുക്ക് റൂമിൽ തുറക്കാം. ഇതാണ് ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ. നമ്മൾ റൂം മാറ്റി ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇത്രയും നേരം ഓണായിട്ട് റൂമാണ്. ഈ സ്പീക്കർ ഓണാവില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ ഓരോന്ന് പറയാൻ പോവാണ്. അപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വീഡിയോ എടുക്കുന്ന ആളുടെ ഇത് സെറ്റപ്പാണ്. പിന്നെ ഇതൊരു ചെറിയ ടോർച്ചാണ്. ഇത് ഭയങ്കര അടുപ്പിച്ചാണ്. ഇത്ര ചെറിയൊരു ടോർച്ചാണ്. പിന്നെ ഇത് പറഞ്ഞ ഈശ്വരി ഗസ്റ്റാണ്. അതാണ്. പിന്നെ ഒരു ക്യൂബ് ഉണ്ട്. പിന്നെ ഇത് ഒരാൾ ഗിഫ്റ്റ് ചെയ്ത് തന്നാട്ടോ. നോക്കത് തിരിക്കാനും പറ്റും. വേണ്ട ക്ലാസ് ടൈമിൽ ഇങ്ങനെ അറിയാലും ഇങ്ങനെ കളിക്കുന്നു വേണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ഇത് എൻ്റെ മാമയുടെ ലാപ്ടോപ്പ് അത്രോ എൻ്റെ വലിയച്ഛൻ്റെ ഇവിടെ പുള്ളിക്ക് വർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പറഞ്ഞുകൊണ്ട് ഇവിടെ എടുക്കും. പിന്നെ ഈ സ്പീക്കർ ഇത് ഇത്ര നേരം ഓൺ ആയിട്ടില്ല. ഇപ്പം എന്തോ ഇത് പറ്റി. എന്താണോ പറ്റി. ഇവിടെ കുത്തിയിട്ടില്ല. എന്താണറിയില്ല. ഇതിത്ര കുറച്ച് മുന്നോട്ട് ഓണായിരുന്നാണ്. പിന്നെ വിചാരിച്ച ഇത് ഇവിടെ ഞാനൊരു ബ്രെഡ് വിരിക്കണം വിചാരിച്ച ആ ബെഡാണ് ഇവിടെ ഉള്ളത്. ഈ ബെഡ് ഇത് ഞാൻ നിലത്തെ വിരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മുളിക്ക് വെച്ചു. അവിടെ ഒന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ പിന്നെ കുറച്ച് സാധനമൊക്കെ ഈ ലൈറ്റ് കാണാം. പിന്നെ ഇതിന് ഒടുക്കത്തെ ലൈറ്റ് കേട്ടോ. നമ്മുടെ അടുത്ത് ലൈറ്റ് സെറ്റ് ഉണ്ട്. നമ്മുടെ അച്ഛൻ്റെ അടുത്ത് ഞാനൊരു ഇയർഫോൺ അത് അച്ഛൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തരാൻ പറഞ്ഞു. അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ അടുത്ത് നിന്ന് മേടിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ ബെഡിനെ കുറച്ച് ബെഡല്ല ഒരു സാധനം ചെയ്തു. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പഴയ ഇപ്പം ഗൈസ് നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ഇതാണ്. ഇത് പ്രൈം പ്രോഡക്റ്റ് അല്ല, പ്രൊഡ്യൂഷൻ അല്ല. എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പോൾ ഞാൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. പക്ഷെ ആദ്യത്തെ സാധനം ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഇതാണ് ആദ്യത്തെ സാധനം. ഇത് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല സാധനം നിങ്ങൾക്ക് കാണാം. ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 5 മിനിറ്റ് ഫാൻ്റെ ചുവട്ടിൽ തല വയ്ക്കണം. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം ഇത് എടുത്ത് മാറ്റണം. അപ്പോൾ സ്കിന്നിന് ഭയങ്കര ക്യൂട്ട്. ഇങ്ങനെയൊക്കെ നല്ല ഇതുണ്ടാവും. ഇതൊരു പീൽ ഓഫ് മാസ്കും കൂടി ആട്ടോ. പിന്നെ ഇതൊരു ടാങ്ക്. പിന്നെ നല്ല ബില്ലോയൊക്കെ ഉണ്ടാവും. ഗ്ലോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്കൊന്ന് വെറുതെ കയ്യിൽ വലിയ ആക്കാം. വരുന്നില്ലല്ലോ. ഓക്കെ, ഇതാണ് ഒരു കണ്ടോ സൈസാണ്. ഇതിന് മുഖത്ത് തേക്കണോ? രസം നമുക്ക് പുറത്ത് തേച്ച് നോക്കാം. തേച്ച് കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. തേക്കാം.
നമ്മുടെ അടുത്തൊരു ടിഷ്യൂ ഉണ്ട്, ആ ടിഷ്യൂ വെച്ചിട്ട് ചൊറച്ച് കളയേ. അപ്പോൾ നമ്മൾ ഇട്ടുണ്ട്, പക്ഷെ അത് ഫുള്ള് തെറ്റിപ്പോയി. ഞാനിത് പെട്ടെന്ന് ഇട്ട് കാണിക്കുക എന്നുള്ള ഇതിൽ ഞാൻ പെട്ടെന്ന് ഇട്ടപ്പോൾ അത് ഫുള്ളായി റോങ് ആയിപ്പോയി. ഇത് ചെയ്യുന്നത് പക്ഷെ കുഴപ്പമില്ല, നല്ല സാധനമാണ്. എൻ്റെ ചേച്ചി പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററൊക്കെ ഉപയോഗിച്ചപ്പോൾ നല്ല സാധനമൊക്കെയാണ്. പക്ഷെ ഇത് തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അടുത്ത പ്രോഡക്റ്റിൻ്റെ ഇതിന് പോവാം. അപ്പോൾ ഇതിന് 80 റുപ്പീസൊക്കെയാണ് വരുന്നത്. പിന്നെ ഇത് എന്തിലും കിട്ടും, ഫ്ലിപ്കാർട്ട് അങ്ങനെ എല്ലാത്തിലും കിട്ടും. പിന്നെ ഇതിൻ്റെ ഗ്രാം വരുന്നത് 50 ആണ്. വാങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ ഉള്ളതല്ലേ, നല്ല വാങ്ങിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ ചേച്ചി നല്ല രീതിക്ക് യൂസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് ഈ സാധനം. പക്ഷേ ആദ്യമൊക്കെ പിന്നെ എൻ്റെ ചേച്ചി എനിക്ക് ഇത് ഇവിടെയൊക്കെ ഒന്ന് തേച്ച് തന്നു. അപ്പം നല്ല രീതിക്ക് വന്നു. ഇതിപ്പോൾ എനിക്ക് തേക്കാതിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തേച്ച്. അതുകൊണ്ട് ഇപ്പം നമ്മളേതായാലും തുടച്ച് കളഞ്ഞു. അടുത്ത പ്രൊഡക്റ്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ അടുത്ത പ്രോഡക്റ്റ് ചേച്ചി ഓക്കെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുഡ്നെസ്സിൻ്റെ ഒരു എന്ത് വാട്ടർ റോസ് മേക്ക് വാട്ടറാണ്. പിന്നെ ഇത് മുടി വളരാത്ത ആരെങ്കിലൊക്കെ ഉണ്ട് വെച്ചാൽ ജസ്റ്റ് ഇത് വരച്ചാൽ മതി. ഇത് ഞാൻ തേച്ചിട്ട് എൻ്റെ മുടി വളരെ അധികം എനിക്ക് പിന്നെ പെട്ടെന്ന് മുടി വരണ്ടു വളരും. നമുക്ക് ഒന്നും തേക്കാം. എനിക്കിനി ഇങ്ങനത്തെ നമുക്കൊന്ന് ഇങ്ങനെ ഏൽക്കണം. നിങ്ങളെല്ലാവർക്കും ഇങ്ങനെ നോക്കണം. ഇതിന് എത്ര വയസ്സ് വെച്ചതിന് കുറച്ച് ഇതിലുള്ളൂ. 350 രൂപ ഉണ്ട് ഇതിന്. സാധനം അടിപൊളിയൊക്കെയാണ്. റോസ്മറി വാട്ടർ കുറേ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ 200 ml ഉണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കുറച്ച് കുറഞ്ഞുണ്ടാവും. അത് നമ്മൾ അടച്ച് തലയിൽ കൂടുതലും എൻ്റെ ചേച്ചിയാണ് ഇത് അടിക്കുക. കാരണം എൻ്റെ ചേച്ചിക്ക് അധികം മുടിയൊന്നും വളരില്ല. അതാണ് എനിക്ക് നല്ല മുടിയൊക്കെ ഉണ്ട്. പക്ഷെ ഗേൾസിന് മുടി പെട്ടെന്ന് വളരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ജെനറ്റിക്സ് അനുസരിച്ചിരിക്കും. ഇത് ഞാൻ ഒഴിക്കപ്പെട്ടെ. ഞാനിപ്പോൾ ആ സാധനം അടിച്ചല്ല മുടി ഒടിഞ്ഞിരിക്കും. അപ്പോൾ ഈ ഏരിയയാണ് കുറച്ചും കൂടി പറയാനുള്ളത്. ആയിരിക്കും മിനിമം കംപ്ലീറ്റ് ഒക്കെ ആക്കി. ഇനി ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ അമ്പലം വൃത്തിയാക്കാനുള്ള, നമ്മൾ ഹിന്ദുവാണ് അതുകൊണ്ട് അവിടെ അമ്പലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചുന്ന ഒരു 3 ബക്കറ്റ് 2 മുറം ഉണ്ട്. ഇത് നമുക്ക് ലഭ്യം നൽകുന്നുണ്ട്. പിന്നെ ഇതൊരു വാക്കറും സ്റ്റിക്കും. ഇതിന് ആദ്യം ഞാൻ പറയുന്നില്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിലപ്പോ ഇത് ഫുള്ളിൻ്റെ അറിയാലോ, എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ആണ്. പിന്നെ ഈ ലൈറ്റ് ഇതൊന്നും ഞാൻ മൂടി കാണിച്ചാൽ പറയാം. നല്ല ലൈറ്റൊക്കെ ഉണ്ടോ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊരു സാഡ് ന്യൂസ് കൂടി പറയാം. ഈ വടി ഈ വാക്കർ ആരുടെ ഇതെൻ്റെ അച്ഛൻ്റെ. പക്ഷേ എൻ്റെ അച്ഛൻ ഡൈ അതുകൊണ്ട് ഇതിവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ ലൈറ്റും അച്ഛൻ്റെയും.
പിന്നെ ഇവിടെ ഒരു പെട്ടി ഉണ്ട്. ഇവിടെ ഒരു പച്ച പെട്ടി കാണുന്നുണ്ട്. ഇത് കാണാണ്ടോ? ഒരു പച്ച പെട്ടി ഉണ്ട്. ആ പച്ച പെട്ടിയാണെങ്കിൽ പച്ചതും പണ്ട് മസ്കറ്റിലൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ട് അതൊക്കെ നമ്മുടെ സെറ്റപ്പ് ടൂറ് ഇതൊക്കെ ഉള്ളു സത്യം. ബാക്കിലത്തെ സാധനങ്ങൾ കാണിച്ചൊന്നുമില്ല. ഈ ഷോക്കേസിലുണ്ടോ? ഈ സാധനം വർക്കാവൂല, ഇത് വർക്കാവും. ഇത് വർക്കാവൂല, ഇതും വർക്കാവൂല. ഈ വെട്ടിത്തെ സാധനമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കേജ് സെറ്റപ്പ് ടൂറിൽ കാണുമ്പോൾ ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തരാം. ഈ ഒരു സ്പീക്കർ ഗൈസ് ഇത് നമ്മുടെ കേജ് സെറ്റപ്പ് ടൂറിൽ നമ്മൾ ഇട്ടതാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ചാനലല്ല സത്യം പറഞ്ഞാൽ ഈ ചാനലിൻ്റെ സെക്കൻഡ് ചാനലത് വേണമെന്ന് പറയാം. കാരണം എനിക്ക് ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു. അതിൽ ഞാൻ കുറേ വീഡിയോ ഇട്ടു. ലാസ്റ്റാണ് ഞാൻ ജനിച്ചത് ജൂലൈ 14 പിന്നെ ജൂലൈ 14 2016 ഞാൻ ജനിച്ച്. അപ്പോൾ 2010 കാരണം ആ ചാനലിൻ്റെ സെക്കൻഡ് ചാനൽ ഞങ്ങളുടെ ഫസ്റ്റ് ചാനൽ ഏതാണ് ചിലർക്ക് അറിയുണ്ടാവും. സിസ് അനു ബ്ലോഗ് അതാണ് ഫസ്റ്റ് ചാനല്. അതുകൊണ്ട് സെക്കൻഡ് ചാനലുണ്ട്. കുറേ ഇതൊക്കെ അടിക്കേണ്ടി വന്നു. എന്നാൽ ജനിച്ചതൊക്കെ അടിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ഞാൻ എപ്പോഴും ജനിച്ചെന്നാ കൊടുത്ത്. ശരിക്കും 2010 അപ്പുറേ എന്താണ് ജനിച്ചവർക്കൊന്നും അവർക്കൊക്കെ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവരുടെ യൂട്യൂബ് ചാനൽ പറ്റത്തുള്ളൂ. എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ്. ഈ 2010 അപ്പുറം ജനിച്ചവർ എന്താണ് ആൾക്കാർ അവരവരെ കൊടുക്കണ്ട, ബാക്കി അവരെ കൊടുത്താൽ മതി. ഇപ്പം ഇതിൽ ഞാൻ എന്താ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ 1997 ഇട്ടാണ് കൊടുത്തത്. പിന്നെ ബർത്തിൻ്റെ ഇയർ ബാക്കി രണ്ടും ഒരേപോലെയാണ് കൊടുത്തത്. അപ്പോൾ ഇതറിയാത്ത ചിലവരുണ്ട് വെച്ചാൽ ഞാൻ ആരും സർക്കാരിൽ തുറന്നുണ്ട് വെച്ചാൽ എന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ